ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GN ആൻഡ് GJയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചുക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോയാ ചുക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യമേ 2 കപ്പ് സോയാ ചങ്ക്സ് ചുടുവെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞ് ഡ്രെയിൻ ആക്കി എടുക്കണം. ഒരു പാൻ ചൂടാക്കി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് കറിവേപ്പില, 4 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. സവാള നിറം മാറി വരും വരെ വഴറ്റിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചേർക്കാം. ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ആക്കാം. മസാലയൊക്കെ പിടിച്ച് ഒന്ന് തിളച്ച് വരും വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 പട്ട, 1 ഗ്രാമ്പു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. സോയ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, കുരുമുളക്, ജീരകം ചേർക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ആക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടായിട്ട് സോയാ ചുക്ക സെർവ് ചെയ്യാം. ഇത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ചപ്പാത്തിക്കും പരാത്തയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.